കേരളത്തെ ഉള്ളുലച്ച ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. ഇപ്പോഴും അവിടെ വീട് ഇല്ലാതെ ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ ഈ ഒരു ദുരന്തം നടന്ന് 2 വർഷം തികയുമ്പോഴും ഈ ദുരന്ത ബാധിതരുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാതിരിക്കുകയാണ് സർക്കാർ. ഇതൊരു സർക്കാരിന്റെ പിടിപ്പുകേടാണോ? ഉത്തരവാദിത്വമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സാങ്കേതികത്വത്തിന്റെ കാരണം പറഞ്ഞ് അതിനെ വൈകിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുൻ സർക്കാരിന്റെ കാലത്ത് പുനരധിവാസത്തെ ചൊല്ലി ഈ ഈ മുമ്പ് പ്രതിപക്ഷത്തിലായിരുന്ന, ഇപ്പോൾ മന്ത്രി പട്ടികയിലുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തുണ്ടായിരുന്ന പലരും കഴിഞ്ഞ സർക്കാരിനെ ബ്ലെയിം ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേ സാഹചര്യമാണ് ഇപ്പോഴത്തെ UDF സർക്കാർ അധികാരത്തിലേറി ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഈ ഒരു മുണ്ടക്കൈ ചൂരൽമലയിലെ ഈ ദുരിതബാധിതർക്ക് പുനരധിവാസം ഉറപ്പാക്കുന്നില്ല എന്ന്. അല്ലെങ്കിൽ 147 അല്ലെങ്കിൽ 150ഓളം കുടുംബങ്ങളാണ് ഇപ്പോഴും ഭവനരഹിതരായി ഇപ്പോഴും ആ ദുരന്ത മേഖലയിൽ തുടരുന്നത്. അത് എത്രത്തോളം വേദനാജനകമാണെന്നൊന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോഴും 44 പേരോളം ഇതുപോലെ ഇപ്പോൾ കാണാമറയത്താണ്. അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മരണ പട്ടിക അല്ലെങ്കിൽ ആ ഒരു മരണസംഖ്യ എത്രത്തോളമാണെന്ന് എണ്ണി നിജപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലും ഇപ്പോൾ അവശേഷിക്കുന്ന ആ ഒരു മനുഷ്യർക്ക് പുനരുജ്ജീവനം ഉറപ്പാക്കാൻ കഴിയാതെ ഈ ഒരു കാണിക്കുന്ന അലംഭാവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ അവരുടേതായിട്ടുള്ള അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യരോടുമുള്ള നീതികേടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുമ്പുള്ള സർക്കാരിനെ ഈ ഒരു വിമർശിച്ചപ്പോഴൊന്നും ഇവർ വിചാരിച്ചു കാണില്ല, തങ്ങളെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് നോക്കണം. അതായത് ഈ ലൈഫ് പട്ടികയിൽ പോലും ഉൾപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പോയ ആൾക്കാരെ പോലും ഇതുപോലെ പുനരധിവസിപ്പിക്കാൻ ഈ ഒരു സർക്കാരിന് സാധിക്കാത്തത് ഈ ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ മുമ്പ് CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വീട് എവിടെ കോൺഗ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അത് നേരെ തിരിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവരെ എവിടെ പാർപ്പിക്കും സർക്കാർ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അവർക്ക് ഒരു വയനാട് ടൗൺഷിപ്പിനുമായി ബന്ധപ്പെട്ട് പലവിധ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ആ ഒരു സമയത്ത് തന്നെ നിലനിന്നിരുന്നു. അതിപ്പോഴും ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. ആ ഒരു ഇവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സമയം വരെ ഈ വൈറലായി പോയിക്കൊണ്ട് അല്ലെങ്കിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കേരളത്തിൽ മുഴുവൻ ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ കാലം മാറുന്തോറും അല്ലെങ്കിൽ കാലം പിന്നിടും തോറും ഈ ഒരു പുനരധിവസിപ്പിക്കുന്നതിനുള്ള അതിൻ്റെ ഒരു ചൂട് ഈ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ അധികാരികൾക്കോ അധികൃതർക്കോ കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ ഉത്തമ അടയാളമാണ് ഇപ്പോൾ കാണുന്ന ഈ അലംഭാവം. സർക്കാരിന്റെ ടൗൺഷിപ്പ് ലിസ്റ്റിൽ നിന്ന് പൂർണ്ണമായും തകർന്ന പ്രദേശങ്ങളിലെ ആളുകൾ പോലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നിലെ ഒരു മാനദണ്ഡം എന്തായിരിക്കും? അതായത് അവിടെയുള്ള ഒരു പുന്നപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട 50 മീറ്റർ റേഡിയസിനുള്ളിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു അന്തിമ പട്ടികയിൽ ഉൾപ്പെടൂ എന്നുള്ളൊരു മാനദണ്ഡം വന്നതാണ് ഇതിൽ ഏറ്റവും ഉയർന്ന ആ ഒരു തിരിച്ചടിയായത്, ആ ഒരു ദുരന്തബാധിതർക്ക് തിരിച്ചടിയായത്. പക്ഷേ അതിനിപ്പുറമുള്ള അല്ലെങ്കിൽ ആ ഒരു 50 മീറ്റർ റേഡിയസിന് ഇപ്പുറമുള്ളവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ഉയർത്തുന്ന ആരോപണമാണ്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് രേഖകളുമായി സർക്കാർ ഓഫീസുകളിൽ ദിനം പ്രതി ഇറങ്ങുന്ന ആ ഒരു ജനങ്ങളെ ഇന്ന് ശരിയാക്കിത്തരാം, നാളെ ശരിയാക്കിത്തരാം, അല്ലെങ്കിൽ അടുത്ത പേപ്പർ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു യൂഷ്വൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ആ ഒരു അലംഭാവം ഉണ്ടല്ലോ. അതായത് അവരെ ക്ഷമയുടെ നെല്ലിപ്പലക എത്തിക്കുന്ന രീതിയിലുള്ള ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആ ഒരു പെരുമാറ്റം, അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, ഉടനെയെങ്കിലും തങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിക്കൂടാം, അല്ലെങ്കിൽ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഒരു കിടപ്പാടം ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസമാണ് ഈ ഒരു നാളെ തരാം അല്ലെങ്കിൽ പിന്നത്തേക്ക് വയ്ക്കുന്ന ഈ ഒരു മനോഭാവത്തിലൂടെ ഇല്ലാതാകുന്നത് തന്നെ. നഷ്ടപ്പെട്ട രേഖകളുമായി ജനങ്ങൾ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുകയാണ്. അവരുടെ വിഷമങ്ങൾക്ക് ഒരു അറുതി വരുന്നില്ല. കാരണം ഒരു മഴ പെയ്യുമ്പോൾ തന്നെ അവർക്കിപ്പോൾ ഭയമാണ് അല്ലേ. പലരും മഴ ഭയങ്കര റൊമാൻറ്റിക്കായി അല്ലെങ്കിൽ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുമ്പോൾ ഇവർക്ക് മഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഒരു ഭയമുള്ള കാര്യമാണല്ലേ. അത് മാത്രമല്ല ജ്യോതിക, അതായത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു വീടുകൾ നിന്നിരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു മഴ ഉണ്ടായതിനെ തുടർന്ന് അവിടെ നിന്നുള്ള മണ്ണെല്ലാം ഈ ഒരു വീടുകളുടെ അടുത്തേക്ക്
കുത്തൊലിച്ച് വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് മുൻ സർക്കാർ പണിതു നൽകിയ അത്തരം വീടുകളിലേക്ക് ഈ ഒരു ചെളിയെല്ലാം കുത്തി ഒഴുകി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ ആകെ ആശങ്കയിലൂടെയാണ് അവിടെ താമസിക്കുന്നത് തന്നെ. ഈ വയനാട് പോലുള്ള അല്ലെങ്കിൽ മുകളിലേക്കുള്ള മലബാർ മേഖലയിലേക്കുള്ള ഒരു പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലാണ് ഈ ഒരു മുണ്ടക്കൈ, ചൂരൽമല പോലുള്ള പ്രദേശങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്കാണ് തുരങ്കപാതയിലുണ്ടായിരുന്ന ആ ഒരു അപകടം നമ്മൾ കണ്ടത്. അവിടെ ആ ഒരു മണ്ണിടിച്ചിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടതെന്ന് എല്ലാം നമ്മൾ കണ്ടറിഞ്ഞാണ്. ഇപ്പോൾ അതുപോലൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ് ഈ ഒരു മുണ്ടക്കൈ ചൂരൽമല. ആ ഒരു പ്രദേശത്ത് ഈ ഒരു ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പിന്നീട് അവർക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അവരെ എത്രയും വേഗം ഈ ഒരു രീതിയിൽ താമസിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നീക്കണമായിരുന്നു. അത് ചടുലതയോടെ നീക്കണമായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു വൈകിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ആ വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധീകരിക്കുന്ന മന്ത്രിയായിട്ട് ഈ സിദ്ദീഖ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതെല്ലാം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ആ മന്ത്രി പോലും ഇപ്പോൾ ആ ഒരു ചൂരൽമലയുടെ ദുരിതബാധിതർക്കുള്ള ആ ഒരു പുനരധിവാസമോ അല്ലെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന കാര്യവുമായിട്ട് പ്രത്യേകിച്ചൊന്നും അഭിപ്രായം കാര്യങ്ങളൊന്നും പറയുന്നില്ല. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ പറയുകയുണ്ടായി അത് ഡിസംബറിലൂടെ ഇവരുടെ ആ ഒരു പുനരധിവാസം പൂർത്തിയാക്കുമെന്ന്. ഈ ഡിസംബർ ആകാൻ എത്ര മാസം കൂടിയുണ്ട്? 4-5 മാസങ്ങൾ കൂടി. 2 വർഷമായി അപകടം നടന്നിട്ട് ഈ 2 വർഷം ഇവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്നൊരവസ്ഥ. അതെ, 2 വർഷം ഇനി കാത്തിരിക്കണം ഇവർക്ക്. 4 മാസത്തോളം. ഈ 4 മാസത്തോളം അവരുടെ ആ ഒരു താമസവും അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യമുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ നടത്തിക്കും അല്ലെങ്കിൽ എങ്ങനെ സാധിക്കുമെന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങളോട് നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കരുത് എന്നാണ് ഈ സർക്കാരിനോട് പൊതുവായിട്ട് പറയാനുള്ളത്. ഈ കാര്യങ്ങളിൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ ഇറങ്ങുന്ന മുമ്പ് 100-ലധികം വീടുകൾ ഈ ഒരു ദുരന്തബാധിതർക്ക് തുറന്നു കൊടുത്തിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമായിട്ടുള്ള വാസയോഗ്യമല്ല അല്ലെങ്കിൽ അവർ അവിടെ കയറി കൂടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവരെല്ലാം എപ്പോൾ താമസിക്കും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ബാക്കിയാണ്.